ഞാൻ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എന്റെ ക്ലയന്റ്സിനും അറിയാം, അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ എത്രത്തോളം ഫുഡ് കഴിക്കുന്നുണ്ട്. കാരണം ഞാൻ ഈ കഴിക്കുന്ന ഫുഡെല്ലാം ഇവരെല്ലാരും കാണുന്നുണ്ട്. അപ്പൊ എല്ലാരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ എങ്ങനാണ് ഈ ഇത്രയും ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് കൂടാതിരിക്കുന്നത്, വയറ് ചാടാതിരിക്കുന്നത്? ഓൾറെഡി ഞാൻ ഇത്രയും വെയിറ്റ് കുറച്ചു. 7, 7.5 കിലോയോളം ഞാൻ കുറച്ചു. ഇതൊക്കെ എങ്ങനാണ് പോസിബിൾ ആകുന്നത്? നിങ്ങൾ ഇതെല്ലാം കഴിക്കുന്നുണ്ടല്ലോ എന്ന്. ഇവർ ഈ കഴിക്കുന്നത് മാത്രമേ കാണുന്നുള്ളൂ. ഈ കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരാരും കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ കൂടത്തരമൊന്നും ഇല്ല. നിങ്ങൾക്കും ഇത് പറ്റും. നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എന്താണ് ഒരു ഡയറ്റ് നിൽക്കുവാണ് എങ്കിൽ നിങ്ങൾക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്കൊരു ബോധം വേണം. നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഇത്രയും കഴിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ ഇത്രയും കേറിയിട്ടുണ്ട്. അത് നിങ്ങൾ കുറയ്ക്കാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരൊറ്റ ടെക്നിക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. പിന്നെ ചില ആൾക്കാർ പറയും എനിക്ക് മെറ്റബോളിസം കൂടുതലാണ്, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് മെറ്റബോളിസം കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വെയിറ്റ് കയറത്തില്ല, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓക്കെ, അവർക്ക് കുറച്ച് മെറ്റബോളിസം കൂടുതൽ കാണുമെങ്കിലും അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറം അവരുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെ എക്സസ് ആയിട്ട് കലോറീസ് കയറി കഴിഞ്ഞാൽ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആകും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടും, ട്രൈഗ്ലിസറൈഡ് കൂടും, സ്ട്രോക്ക് വരും, ചത്തും പോവും. അല്ലാതെ ഈ അസുഖങ്ങൾക്ക് ഇന്ന ഇന്ന ബോഡിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കഴിക്കാം, നമുക്ക് കഴിക്കാം. കഴിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഐഡിയ മാത്രം വേണം. നമ്മൾ എത്ര ഫുഡ് കഴിക്കുന്നുണ്ട്, അതെങ്ങനെ കുറയ്ക്കണം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ചില ആൾക്കാരുടെ വിചാരം നമ്മൾ വെയിറ്റ് എല്ലാം കുറച്ച് ഓക്കെ ആയിട്ട് ഇരിക്കുവാണ്, അതുകൊണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാന്നാണ്. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, പക്ഷെ ആ ഫുഡ് കഴിക്കുന്നവരുടെ മെയിൻറ്റെയിൻ ചെയ്യാനോടെ പഠിക്കണം.